ഇപ്പോൾ മന്ത്രിയും പി എ മുഹമ്മദ് റിയാസ് കൈരളി ന്യൂസിനോടൊപ്പം ഈ ഒരു നിമിഷം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മിനിസ്റ്റർ ഇന്ന് ഷിരൂരിലേക്ക് പുറപ്പെടുമെന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴായിരിക്കും പുറപ്പെടുക? എന്താണ് അതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോ പുറപ്പെട്ടു, ഉച്ചയാകുമ്പോഴേക്ക് അവിടേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രനും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ്. കഴിഞ്ഞ 11 ദിവസം മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും സംസ്ഥാന ഗവൺമെന്റ് ആകെയും സാധ്യമാകുന്ന എല്ലാ ശ്രമങ്ങളും രക്ഷാദൌത്യവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. അത് തുടരും. മറ്റു കാര്യങ്ങൾ അവിടെ പോയി പൊതുവെ പരിശോധിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത് മുന്നോട്ട് പോകും. മിനിസ്റ്റർ, ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ 11 ദിവസം കേരളം മുഴുവൻ ഒന്നിച്ചു നിന്നത്. ഇപ്പോൾ നമ്മൾ വളരെയധികം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. പ്രദേശത്തെ കാലാവസ്ഥ വളരെ മോശമാകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഇത് ഏകോപിപ്പിക്കുന്ന ആളുകളുമായി സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തെ പറ്റി അവരെന്താണ് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും എല്ലാ നിലയിലുള്ള ഇടപെടലാണ് നടക്കുന്നത്. പക്ഷെ കാലാവസ്ഥ പ്രതികൂലമാണ്. പ്രതികൂലമായ കാലാവസ്ഥ ചില രക്ഷാദൌത്യങ്ങൾക്ക് തടസ്സമാണ്. എന്നാൽ കനത്ത മഴയുടെ കുറവ് വരുന്ന സമയത്ത് തന്നെ രക്ഷാദൌത്യമായി മുന്നോട്ട് പോകാനാകുമെന്നാണ് ഇന്ന് രാവിലെയും അവരെ ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ള കാര്യം. ഇന്നിപ്പോൾ അവിടെ ഒരു ഉച്ചയോടെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം എങ്ങനെയായിരിക്കും അവിടെ ഷിരൂരിൽ ഈ ഒരു രക്ഷാദൗത്യം നടക്കുന്ന മേഖലയിലേക്ക് പോയിക്കൊണ്ട് അവിടെ നേരിട്ട് നിന്നുകൊണ്ടുള്ള ഒരു ഏകോപനത്തിലേക്ക് കടക്കാനാണോ തീരുമാനം? തീർച്ചയായിട്ടും അവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായും മറ്റ് സംവിധാനങ്ങളുമായും ഒക്കെ ചർച്ച ചെയ്യും. നേരത്തെ ടെലിഫോണിൽ ചർച്ച നടത്തിയിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രി നേരിട്ടും ഒക്കെ തന്നെ എല്ലാ നിലയിലുമുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ നേരിട്ട് പോയി അവരുമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. ശരി, വളരെയധികം നന്ദി. ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് നമ്മളോട് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം അദ്ദേഹം ഇപ്പോൾ തന്നെ ഷിരൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം മന്ത്രി എ കെ ശശീന്ദ്രനും ഷിരൂരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ എ കെ ശശീന്ദ്രനും ഈ രണ്ട് മന്ത്രിമാർ ഷിരൂരിലേക്ക് എത്തുകയാണ്. അവർ ഇപ്പോൾ തന്നെ ഉദ്യോഗസ്ഥരുമായി കഴിഞ്ഞ 10 ദിവസം എന്നതുപോലെ തന്നെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകിക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോഴും അത് തുടരുകയും ചെയ്യുകയാണ്. അവർ ഉച്ചയോടുകൂടി അവിടെ എത്തി ഷിരൂരിലേക്ക് എത്തി രക്ഷാദൗത്യം നടക്കുന്ന ആ ഒരു പ്രദേശത്തേക്ക് പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ പറയുന്നത്.